ഹലോ ഗൈസ്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടി മെഷർമെന്റ്സ് എടുക്കുന്ന രീതി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. മെഷർമെന്റ്സ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ക്യൂട്ട് കസ്റ്റമർ ഗിരിജേച്ചിയാണ്. സൽവാർ സെറ്റും ബോട്ടവും ആണ് നമ്മളിപ്പോൾ ഗിരിജേച്ചിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് നമ്മൾ എടുക്കേണ്ട മെഷർമെന്റ്സ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് ഈ ഡ്രസ്സിന്റെ ലെങ്ത് ആണ്. ഗിരിജേച്ചി എത്രയാണ് ലെങ്ത് എടുക്കേണ്ടത്? നമ്മുടെ ഷോൾഡർ ബ്ലേഡിന്റെ നടുക്കുള്ള പോർഷനിൽ നിന്നാണ് കേട്ടോ എടുത്തു തുടങ്ങേണ്ടത്. ലെങ്ത് ഇതിന്റെ 44 വരുന്നുണ്ട്. കുറച്ചുകൂടി ഇറക്കാലോ ഗിരിജേച്ചി. 46 ആണ് ഗിരിജേച്ചിക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഷോൾഡറിന്റെ മെഷർമെന്റ് ആണ്. ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ബാക്കിൽ നിന്ന് വേണം, ഫ്രണ്ടിൽ നിന്നല്ല എടുക്കേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ നമുക്ക് കറക്റ്റ് ആവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് പോർഷൻ ഒക്കെ വരുന്നത് കാരണം തന്നെ ലൂസ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷോൾഡേഴ്സ് ബാക്കിൽ നിന്നാണ് നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് എടുക്കേണ്ടത് കേട്ടോ. രണ്ട് ഷോൾഡർ ബ്ലേഡ്സും ആദ്യം ഒന്ന് നോക്കണം. അതായത് നമ്മുടെ സ്ലീവ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ, രണ്ട് ഷോൾഡേഴ്സിന്റെയും ആ പൊസിഷൻ ആദ്യം നമ്മളൊരു തീരുമാനിക്കുക. അതിനുശേഷം ഫസ്റ്റ് ഷോൾഡറിൽ നിന്ന് സെക്കൻഡ് ഷോൾഡറിലേക്ക് നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഗിരിജേച്ചിയുടേത് ഇപ്പോൾ വരുന്നത് 16.5 ആണ് കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ആം ഹോളിന്റെ മെഷർമെന്റ് ആണ്. ആം ഹോളിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത് നമ്മുടെ സ്ലീവ് കുറച്ച് പൊക്കിയതിന് ശേഷം ഇത് ചുറ്റിയെടുക്കുക കേട്ടോ. ആം ഹോള് ചുറ്റിയെടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ പിടിക്കാം. ബോഡിയുടെ മെഷർമെന്റ്സ് എല്ലാം നമ്മൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ സൽവാർ ഒരു അധികം ലൂസായിട്ട് വേറെ ചെയ്യണ ഒരു ഗാർമെന്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് എടുക്കുമ്പോൾ ബോഡിയുടെ മെഷർമെന്റ്സ് എപ്പോഴും ടൈറ്റ് ആയിട്ട് തന്നെ പിടിക്കാം. ഗിരിജേച്ചിയുടെ കേസിൽ നമുക്കത് കിട്ടുന്നത് ഒരു 21/4 ആണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില കസ്റ്റമേഴ്സിന് നമുക്ക് രണ്ട് ആം ഹോളും ഡിഫറെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ആം ഹോളും ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പുറത്തെ ആം ഹോളും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 18/1/4 കിട്ടുന്നുള്ളൂ. 18.5 കിട്ടുന്നുള്ളൂ കേട്ടോ ഈ ഒരു ആം ഹോൾ വരുന്നത്. റീചെക്ക് ചെയ്യാണ്. അതായത് റൈറ്റ് ആം ഹോള് 20യും മറ്റേത് ഒരു 18.5 ആണ് കിട്ടുന്നത്. അത് ഒന്ന് റീചെക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ എടുക്കേണ്ട അടുത്ത മെഷർമെന്റ് സ്ലീവ്സിന്റെ ലെങ്ത് ആണ്. ഗിരിജേച്ചിക്ക് എത്ര വേണം സ്ലീവ് ലെങ്ത്? 14 അല്ലേ? ഗിരിജേച്ചിക്ക് ഇപ്പൊ നമുക്ക് വേണ്ടത് 14 ഇഞ്ചസ് ലെങ്ത് ആണ്. ആണ് ലെങ്ത് വേണ്ടത്. ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ബൈസെപ്സിന്റെ മെഷർമെന്റ് ആണ്. ബൈസെപ്സിന്റെ മെഷർമെന്റ്സ് വരുന്നത് സ്ലീവിൽ നിന്ന് ഒരു 4 to 5 ഇഞ്ചസ് താഴെ ഒരു ജസ്റ്റ് ഒരു നമ്മൾ നോക്കിയിട്ട് അവിടെ എത്രയാണോ വണ്ണം വരുന്നത് അതൊന്ന് ചെക്ക് ചെയ്യാം. ഗിരിജേച്ചിയുടെ കേസിൽ നമുക്ക് 17 ഇഞ്ചസ് ആണ് വരിക റൈറ്റില്. ലെഫ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു 15 3/4 വരുന്നുള്ളൂ. അത്രത്തോളം വ്യത്യാസമുണ്ട്. ഈ ഒരു മെഷർമെന്റ് എടുക്കുന്നത് നമ്മുടെ ചില കൈ ടൈറ്റ് ആവുന്നതും ലൂസ് ആവുന്നതും ഒക്കെ അതിന്റെ കറക്റ്റ് ഫിറ്റിംഗ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു മെഷർമെന്റ് നിങ്ങൾ അത് ഒഴിവാക്കരുത്, ബൈസെപ്സിന്റെ മെഷർമെന്റ്. പിന്നെ നമ്മൾ 3/4 സ്ലീവ് അങ്ങനത്തെ ഒരു സ്ലീവാണ് നമ്മൾ എടുക്കാൻ തീരുമാനിക്കുകയെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഒരു 8ൽ എത്രയാണ് വരുന്നത്, അതായത് 5ന്റെ നമ്മൾ എടുത്തു ബൈസെപ്സിന്റെ, പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു 8ൽ എത്രയാണ് വരുന്നതെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 14.5 വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് 13.5 വരുന്നുള്ളൂ.
ഇനി നമുക്ക് എടുക്കേണ്ട അടുത്ത നെക്സ്റ്റ് മെഷർമെന്റ് നമ്മുടെ സ്ലീവ് എൻഡിൽ. ഇപ്പോൾ നമ്മൾ 14-ലാണോ ഗിരിജ ചേച്ചി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ 14-ൽ എത്രയാണോ സ്ലീവിന്റെ അറ്റത്ത് വരുന്നത് ആ ഒരു മെഷർമെന്റും കൂടെ എടുക്കാം കേട്ടോ. ഇവിടെ 9.5 ആണേ. 14-ല് റൈറ്റ് ഹാൻഡിൽ 9.5 ലെഫ്റ്റ് ഹാൻഡിൽ ഓൾമോസ്റ്റ് 9.5 ആണ്. അതായത് അപ്പോ ബോഡിയുടെ കൂടുതലും നമുക്ക് ഈ ഒരു ബൈസെപ്സ് പോർഷൻസ് ടു 8 ഇഞ്ചിന്റെ പോർഷനിലാണ് നമുക്ക് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു എക്സ്ട്രാ മെഷർമെന്റ്സും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്ത നമുക്ക് എടുക്കേണ്ടത് ചെസ്റ്റിന്റെയും ബസ്റ്റിന്റെയും മെഷർമെന്റ്സ് ആണ്. ബോഡിയുടെ ചെസ്റ്റ് മെഷർമെന്റ് എന്ന് വരുന്നത് അപ്പർ ചെസ്റ്റ് മെഷർമെന്റ്. അതായത് നമ്മുടെ ഈ ഒരു പോർഷൻ കാണിച്ചു തരാവേ. ആം ഹോളിന്റെ അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് പിടിക്കും. കണ്ടില്ലേ, അപ്പർ ചെസ്റ്റ് ആണ്. ഒന്ന് തിരിയാൻ മതി ചേച്ചി. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ടേപ്പ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഫിംഗർ ഉള്ളിൽ വെക്കാവുന്ന രീതിയിൽ വേണം മെഷർമെന്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗിരിജേച്ചിയുടെ വരുന്നത് നമുക്ക് 44 ആണ്. 43.5 ആണേ. അപ്പർ ചെസ്റ്റ് മെഷർമെന്റ് 43.5. ഇനി ഫുൾ ബസ്റ്റ്, അതായത് നമ്മുടെ ഏറ്റവും വൈഡസ്റ്റ് ഏരിയ, ചെസ്റ്റിന്റെ ഏറ്റവും വൈഡസ്റ്റ് ഏരിയ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അത് എടുക്കുക. 45.5 ആണ് ഗിരിജേച്ചിയുടെ കേസിൽ. ഇനി നമുക്ക് എടുക്കേണ്ടത് വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും ലെവലാണ് കേട്ടോ. അതാവുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഒതുങ്ങിയ പോർഷനാണല്ലോ നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ ലെങ്ത്തും അതിന്റെ റൗണ്ട് മെഷർമെന്റും അതുപോലെ തന്നെ ഹിപ്പ് അതിന്റെയും റൗണ്ട് മെഷർമെന്റ്സും ആണ് വേണ്ടത്. ഷോൾഡറിന്റെ നടുക്കുന്നത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഗിരിജേച്ചിയുടെ കേസിൽ വരുമ്പോൾ കണ്ടില്ലേ, ഏറ്റവും ഒതുങ്ങിയ പോർഷൻ ഇതാണ്. അപ്പോൾ ഒരു 14-14.5-ലാണ് ഗിരിജേച്ചിയുടെ വേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹിപ്പ് ആണെങ്കിലും ഒരു 20-ൽ നമുക്ക് എടുക്കാവുന്നതാണ്. വേസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഒന്ന് ടേപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ റൗണ്ട് പ്ലേസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഹിപ്പിന്റെ വേസ്റ്റിന്റെ മെഷർമെന്റ്സ് നോക്കാം. ഇവിടെ 42 ഇഞ്ചസ് ആണ് വരിക. ഹിപ്പിന്റെ മെഷർമെന്റ്സ് ഇതേ പറഞ്ഞ പോലെ സീറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഹിപ്പ് മെഷർമെന്റ്സ് ഇടാവുന്നതാണ് കേട്ടോ. 49.5 ഇഞ്ചസ് ആണ് ഗിരിജേച്ചിയുടെ കേസിൽ വരാം. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് മെഷർമെന്റ്സും അതിന്റെ സ്വീപ്പിന്റെ മെഷർമെന്റും ആണ്. താഴത്തെ ദാമൻ പോർഷനിലെ സ്വീപ്പിന്റെ മെഷർമെന്റ്സും ആണ്. സ്ലിറ്റ് കയറിയിട്ടാണോ ഗിരിജേച്ചിക്ക് എവിടെ നിന്ന് തന്നെ വേണ്ടത്? ഈ ഒരു പൊസിഷനിൽ തന്നെ മതി അല്ലെ. 20-ൽ തന്നെ, അതായത് നമ്മുടെ ഹിപ്പ് ഫോളോ ചെയ്യുന്ന പൊസിഷനിൽ തന്നെയാണ് ഗിരിജേച്ചിക്ക് ആവശ്യം. നമുക്ക് അത് തന്നെ എടുക്കാം. പിന്നെ ഹിപ്പ് ചിലവർക്ക് നല്ല കറക്റ്റ് ആയിട്ട് നിൽക്കണം, ചിലവർക്ക് കുറച്ച് ലൂസ് ആയിട്ട് വേണം. അതപ്പോ നമ്മളിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സൽവാറിന്റെ ഈ സ്ലിറ്റ് വന്നിരിക്കുന്ന പൊസിഷൻ ഇറങ്ങണോ എന്നുള്ളതൊക്കെ കസ്റ്റമറിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ അല്ലെന്നാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലൂസ് വരുത്താം കേട്ടോ. ഈ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷൻ വരെയുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അതായത് ഈ ഒരു ഹിപ്പ് സ്റ്റാർട്ട് ചെയ്യണ പൊസിഷൻ ഒരു 24.5 വരുന്നുണ്ട് വൺ സൈഡ്. അതുപോലെ തന്നെ ഇതിന്റെ വീതി ചിലവർക്ക് എ ലൈൻ ആയിട്ടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പോ എത്രത്തോളം ഇവിടുത്തെ താഴത്തെ വീതി, അതായത് ഇതിന്റെ ഒരു സ്വീപ്പ് എത്രത്തോളം വരണം, ഈ ടോപ്പ് സ്ലിറ്റഡ് ടോപ്പ് ആണെങ്കിൽ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഗിരിജേച്ചിക്ക് ഇപ്പൊ കുറച്ച് വീതി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു 24.5 ആണ് നമ്മുടെ ഹിപ്പ് മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിന്റെ വീതി വന്നിരിക്കുന്നത്. അപ്പൊ സീറ്റൊക്കെ കവർ ചെയ്യാനായിട്ട് നന്നായിരിക്കും. സീറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വീതി കൂട്ടി എടുക്കുന്നത് നന്നായിരിക്കും. അത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. ഓക്കെ,
ഇതെടുത്തു. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിന്റെ നെക്കിന്റെ ലെങ്ത്തും വിത്തുമാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഗിരി ചേച്ചിയുടെ നെക്ക് ഏത് നെക്കാ വേണ്ടത്? വി തന്നെ മതിയാ? വി ആണ് ഇഷ്ടം അല്ലേ? ഓക്കെ. ഇപ്പൊ ഗിരി ചേച്ചിക്ക് നമുക്ക് ഇവിടെ വേണ്ടത് വി നെക്ക് തന്നെയാണ്. ഈ ഒരു നെക്ക് ഒരു ലെങ്ത് ചേച്ചിക്ക് കംഫർട്ടബിൾ ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് മുമ്പ് നമ്മൾ ലെങ്ത് എടുത്തതുപോലെ തന്നെ ഷോൾഡർ ബ്ലേഡ്സിന്റെ നടുക്കെന്ന് നമ്മൾ ടേപ്പ് വെക്കുക, കറക്റ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം നെക്ക് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട്, കണ്ടില്ലേ ഇപ്പൊ ഇവിടെ വരാൻ നേരത്ത് ഇതൊരു 7.5 ഗിരി ചേച്ചിയുടെ നെക്ക് നിൽക്കുന്നത്. ഗിരി ചേച്ചിക്ക് അത് കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ ക്ലീവേജ് ഇറങ്ങിയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അത് കസ്റ്റമറിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് 7.5 ഗിരി ചേച്ചിക്ക് അത് കംഫർട്ടബിൾ ആണ്. നമ്മളത് 7.5 വെക്കുകയാണ്. ഫ്രണ്ട് നെക്ക് വി നെക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്ക് നോക്കാം. അടുത്തത് വേണ്ടത് നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കാണ്. ഗിരി ചേച്ചിക്ക് ഇത്ര തന്നെ മതിയാവോ? ബാക്ക് മതിയാവും? കുറച്ചുകൂടി ഇറക്കണോ? ശകലം കൂടി ഇറക്കണം അല്ലെ? ഓക്കെ, കുറച്ചുകൂടി ഇറക്കാം നമുക്കിപ്പോ. ഇതിപ്പോ പ്രസന്റ് നെക്ക് 4 ഇഞ്ചസ് 4 to 4 1/4 ആണ് വരുന്നത്. നമുക്കൊരു 5 ഇഞ്ചസ് ഗിരി ചേച്ചിക്ക് ഇറക്കാം കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, 5 ഇഞ്ചസ് നമ്മൾ ഗിരി ചേച്ചിക്ക് ഇറക്കുന്നുണ്ട്. ഇനി പിന്നെ വേറൊരു മെഷർമെന്റ് നമുക്ക് ഇതിൽ വേണ്ടത് റെഡി ഷോൾഡറിന്റെ മെഷർമെന്റ് ആണ്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ എത്ര വേണം എന്നുള്ളൊരു മെഷർമെന്റും കൂടി ചെക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. ഗിരി ചേച്ചിക്ക് ഇത് ഓക്കെ അല്ലേ? ഒരു 3 ഇഞ്ച് ഓക്കെ അല്ലേ? ഇവിടെ ഗിരി ചേച്ചിയുടെ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് ഡ്രോപ്ഡ് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ 3.25 ഒരു 3 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ വിത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റെഡി ഷോൾഡർ ആയിട്ട് ഒരു 3 ഇഞ്ചസ് ആണ് നമ്മളിപ്പോ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് ബോട്ടത്തിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടി നോക്കാം കേട്ടോ. ബോട്ടത്തിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെയാണോ നമ്മൾ ബോട്ടം വെയർ ചെയ്യുന്നത് അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആയിട്ട് വെക്കേണ്ടത്. ഗിരി ചേച്ചി ഇവിടെ നിന്നല്ലേ? അവിടെ നമ്മുടെ ടേപ്പ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരെ ജസ്റ്റ് വെക്കുക. അതിനുശേഷം ഗിരി ചേച്ചിക്ക് ഇങ്ങനെ ആങ്കിൾ ലെങ്ത് ആണോ വേണ്ടത്? പൊങ്ങിയിട്ടാണോ വേണ്ടത്? ഒത്തിരി വേണ്ട. ഒരു ഇപ്പൊ നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ ഒരു 1 ഇഞ്ചും കൂടി, ഹാഫ് an inch 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. എന്താന്ന് വെച്ചാല് നമ്മുടെ സീറ്റ് അത് വെയർ ചെയ്ത് വരുമ്പോ സീറ്റ് കവേർഡ് ആയി വരാൻ നേരത്ത് ഒരു കുറച്ച് ലേശം ഒന്ന് പൊങ്ങാൻ ചാൻസ് ഉണ്ട്. ഗിരി ചേച്ചിക്ക് ഇപ്പോ ഇത്ര 34 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് ടു 1 ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കോ അത് ഇട്ട് വരുമ്പോഴത്തേക്കോ അത് പെർഫെക്റ്റ് ആയി വന്നോളൂ കേട്ടോ. പിന്നെ താഴത്തെ വീതി അത് നമുക്ക് ചെക്ക് ചെയ്യാം. 7 ഇഞ്ചസ് ആണ് താഴെ ഗിരി ചേച്ചി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ തൈസിന്റെ മെഷർമെന്റ് ആണ്. ചിലർക്ക് താഴേക്ക് വീതി കുറവായിരിക്കും, പക്ഷെ തൈസ് കൂടുതൽ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ അളവെടുത്ത് വേസ്റ്റിന്റെയും താഴത്തെ മെഷർമെന്റും എടുത്ത് വെക്കാൻ നേരത്ത് തൈസിന്റെ അവിടെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ടോപ്പ് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും മെഷർമെന്റ് ഉണ്ട്. എന്നാലും തൈസിന്റെ മെഷർമെന്റ്സും കൂടി എടുത്തു വെക്കുന്നത് സ്ട്രെയിറ്റ് പാൻസ് അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോഴും, അതായത് ഫിറ്റിംഗ് ആയിട്ടുള്ള ബോട്ടംസ് ചെയ്യുമ്പോൾ നന്നായിരിക്കും. ഗിരി ചേച്ചിയുടെ തൈസ് ഇപ്പോ ചെറിയ തൈസാണ്, 25.5 വരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ട് ഒരു സൽവാറും അതിന്റെ ബോട്ടവും സ്ട്രെയിറ്റ് പാൻസും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉള്ള ബേസിക് ആയിട്ട് എടുക്കേണ്ട മെഷർമെന്റ്സ്. അപ്പോൾ അതിന് സഹകരിച്ച ഗിരി ചേച്ചിക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.